ബി.ജെ.പിയും CPIM-ഉം തമ്മിലുള്ള ധാരണയാണ് കണ്ടത്. അതുകൊണ്ടാണ് അമിത്ഷായെയും മോദിയെയും ഒക്കെ രാത്രിയിൽ തലയിൽ തുണിയിട്ട് പോയി കണ്ടത് എന്ന് KC വേണുഗോപാൽ അടക്കമാണ് ആരോപിക്കുന്നത്. അപ്പോൾ ഉള്ള പ്രശ്നം നാഷണൽ ഹെറാൾഡ് കേസിൽ സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, മറ്റ് കോൺഗ്രസ് നേതാക്കളായ ഡയറക്ടർമാർ എല്ലാവരും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നോട്ടീസ് അയച്ചു. അതിന്റെ തുടർ നടപടികളിലേക്കൊക്കെ പോകുന്ന ഒരു സൂചനയുണ്ടായി. പക്ഷേ ഇപ്പോൾ പെൻഡിംഗ് ആണ് കേസ്. ഇനി INX മീഡിയ കേസ്, P. ചിദംബരം മുൻ ഫിനാൻസ് മന്ത്രിയാണ്. അദ്ദേഹത്തിന്റെ മകൻ കാർത്തി ചിദംബരം കോൺഗ്രസ് നേതാവാണ്. അദ്ദേഹത്തിന് 2018 അന്വേഷണം ആരംഭിച്ച് നോട്ടീസ് കൊടുത്തു. ക്വസ്റ്റനിങ് നടന്നു. ഇപ്പോൾ അത് സ്റ്റാലഡാണ്. അത് നിർത്തിവെച്ചിരിക്കുകയാണ്. ആ കേസ് നിർത്തിവെച്ചിരിക്കുകയാണ്. എയർസെൽ മാക്സിസ് കേസ് 2006 കേസാണ്. P. ചിദംബരം, കാർത്തി ചിദംബരം 2017 എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നോട്ടീസ് കൊടുക്കുന്നത്. സെർച്ചുകൾ നടന്നു. പിന്നീട് ഫർദർ ആക്ഷൻ ഇല്ല, നിന്നുപോയി. അപ്പൊ 2017 തുടങ്ങിയതാണല്ലോ, അപ്പൊ നിന്നുപോയി. ഇനിയുണ്ട് കേസ്, ഞാൻ നിർത്തത്തില്ല. കേസുണ്ട്. ഭൂപേന്ദർ സിംഗ് ഹൂഡ, നമ്മുടെ ഹരിയാനയിലെ ഭൂപേന്ദർ സിംഗ് ഹൂഡയ്ക്കും കുൽദീപ് സിംഗിനും എതിരെയുള്ള കേസ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആരംഭിച്ചത് ഇതിൽ അന്വേഷണം ആരംഭിച്ചിട്ട് ഇപ്പോ എത്രയോ വർഷങ്ങൾ കഴിഞ്ഞു. പൂർണ്ണമായി നിന്നിരിക്കുന്ന അവസ്ഥയാണ്. IBCL കേസ്, അജയ് സിംഗിനെതിരെ, മുൻ MP അജയ് സിംഗിനെതിരെയുള്ള കേസ്. ഇത് പറഞ്ഞ സമയം അതല്ല ഞാൻ പറഞ്ഞു, നിന്നിരിക്കുക. ഇവരെല്ലാം കോൺഗ്രസ് അടിയന്തരമായി പുറത്താക്കണം. കാരണം BJP-യുമായി ധാരണയിൽ ഈ കേസുകൾ ഇങ്ങനെ നിന്നിരിക്കുകയാണല്ലോ. ഈ കേസിന്റെ മുന്നോട്ട് പോകില്ല. ഇനിയിപ്പോ മരുമക്കളുടെ കേസിനെ കുറിച്ച് പറഞ്ഞാൽ റോബർട്ട് വധരക്കെതിരെയുള്ള കേസ്, ഇത് കംപ്ലീറ്റ് ബിക്കാനീർ ലാൻഡ് ഡീൽ കേസ്, ഇതെല്ലാം ഇതിന്റെ തുടർ നടപടികളിലേക്ക് പോകാതെ ഇവരാരും ജയിലിൽ പോകാതിരിക്കുന്നതിന് ഒറ്റ കാരണമേ ഉള്ളൂ. അത് ഈ കോൺഗ്രസ് നേതൃത്വവും BJP നേതൃത്വവും തമ്മിലുള്ള ധാരണയാണ് എന്ന് ഞാൻ ആരോപിച്ചാൽ എങ്ങനെയിരിക്കും?